Ladies and gentlemen, this is Adesh and welcome to my comedy. ഇതിപ്പോ ഞാനൊരു സീരീസ് കണ്ടു തീർന്നേ ഉള്ളൂ. ഫീൽ ഗുഡ് സീരീസിന്റെ അപ്പൻ തന്തപ്പിടി അല്ലെങ്കിൽ ഡാഡി അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീരീസാണ് പഞ്ചായത്ത്. 4 സീസൺ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത തന്നെ 5ാമത്തെ സീസൺ ഇറങ്ങും. 4ഉം ഒന്നിനൊന്നിന് മെച്ചമാണ്. സോ ഫീൽ ഗുഡ് പൈത്യങ്ങളാണ് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ്. എല്ലാം ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യാൻ. എന്നാൽ പഞ്ചായത്ത് പോലത്തെ സീരീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു അടിപൊളി സീരീസ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഗ്രാം ചികിത്സാലയ് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് പഞ്ചായത്ത്. ആ ഒരൊറ്റ കാര്യം മാത്രം മതി ഈ സീരീസ് കാണാൻ. സോ ഇതിന്റെ സീസൺ 1 എനിക്കൊരു 1-2 കൊല്ലം മുമ്പ് ഓൾറെഡി വന്നു. ഇപ്പൊ സീസൺ 2 ആണ് ഇറങ്ങിയത്. ആദ്യം സീസൺ 1 കാണുക, അത് ഇഷ്ടപ്പെട്ട മാത്രം സീസൺ 2 കണ്ടാൽ മതി. രണ്ടും 5 എപ്പിസോഡേ ഉള്ളൂ. ഒരു സിനിമ കാണുന്ന ഒരു ഡ്യൂറേഷനിൽ യു ക്യാൻ കംപ്ലീറ്റ് ദിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പഞ്ചായത്ത് സീരീസ് തന്നെ എന്റെ ഫേവറേറ്റ് ആണ്. അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സും ദേ ലൈക്ക് ഫാമിലി. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയണേ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള സീരീസ് ആണ്. ആ സമയത്താണ് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് പഞ്ചായത്ത് വന്നിട്ട് ഈ ഗ്രാം ചികിത്സാലയ വന്നത്. ഞാൻ നോക്കുമ്പോ പഞ്ചായത്തിന്റെ സെയിം പ്ലോട്ട്. പഞ്ചായത്ത് സീരീസിൽ നമ്മുടെ സച്ചിജി ഒരു കുഗ്രാമത്തിലോട്ട് വരുന്നു. പിന്നെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം പ്ലോട്ട് തന്നെയാണ് ഗ്രാം ചികിത്സാലയിലും. ഇതിലെ നായകൻ ഹൈലി ക്വാളിഫൈഡ് ഡോക്ടറാണ്, ഗോൾഡ് മെഡലിസ്റ്റ് എന്തോ ആണ്. ആളുടെ അച്ഛന് സ്വന്തമായിട്ട് എത്രയോ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. സ്റ്റിൽ നാട്ടുകാരെ സേവിക്കണം, നാട്ടുകാരെ നന്നാക്കണം പറഞ്ഞിട്ട് ജാർഖണ്ഡിലുള്ള ഒരു കുഗ്രാമത്തിലോട്ട് വരികയാണ്. അവിടെയാണ് വെച്ചാൽ അതിലേറെ കോമഡിയാണ്. അവിടെയുള്ള ആൾക്കാർ ഹോസ്പിറ്റലിലോട്ടേ പോവില്ല. അവർക്ക് ഈ പബ്ലിക് ഹെൽത്ത് സെന്റർ ഒക്കെ കോഴീനെ വളർത്താനും താറാവിനെ വളർത്താനും ഒക്കെയാണ്. ഈ മുറി വൈദ്യന്മാര് അല്ലെങ്കിൽ വല്ല ഫ്രോഡ് ഡോക്ടർമാരുടെ അടുത്ത് അവര് പോവുള്ളൂ. ഇങ്ങേരാണ് വെച്ച് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടു. അവിടുത്തെ കൾച്ചറായിട്ട് ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ വെച്ചാൽ ഒരു ഡെവലപ്മെന്റും ഇല്ല, വേണ്ട എക്യുപ്മെന്റ്സ് ഇല്ല. ഇവൻ പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ഈ ഫ്രണ്ടിൽ വന്നിട്ട് കൃഷി നടത്തുകയാണ്. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഫസ്റ്റ് സീസണിൽ പറയുന്നത്. ഫസ്റ്റ് സീസൺ 5 എപ്പിസോഡേ ഉള്ളൂ. നല്ല രസമാണ്, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഒരു പേഷ്യന്റ് വരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് സീസൺ ഞാൻ അതുകൊണ്ട് ഭയങ്കര എക്സ്പെക്ടേഷനിൽ കണ്ടു. എനിക്ക് തുടക്കത്തിലൊക്കെ കുറച്ച് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നി. ഫസ്റ്റ് സീസണിന്റെ റിപ്പീറ്റേഷൻ തന്നെ കാണിക്കുന്ന പോലെ. എന്നാൽ ഒരു 3-4 എപ്പിസോഡ് ആവുമ്പോൾ അടിപൊളി, സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീരീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഈ സീരീസ് എന്തിന് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. ഞാൻ പറയില്ല, ഫ്രം ദ മേക്കേഴ്സ് പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ക്രോസ് ഓവർ ഉണ്ട്. അത് അൺഎക്സ്പെക്ടഡ് സാധനമായിരുന്നു കേട്ടോ. മേ ബി എനിക്കറിയില്ല, ചിലപ്പോൾ പഞ്ചായത്ത് സീസൺ 5 ഇതിലത്തെ ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ദാറ്റ് വാസ് നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലത്തെ ക്യാരക്ടേഴ്സും കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫാമിലിയെ പോലെയൊക്കെ തോന്നും. ആൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീടാണെങ്കിലും ആ ഗ്രാമം കാണാൻ നല്ല രസമാണ്. വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇതിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവ്രി വൺ അടിപൊളിയാണ്. എസ്പെഷ്യലി ഇതിലെ നായകൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. വേറൊരു ലേഡി ഡോക്ടർ ഉണ്ട്, അടിപൊളി. നമ്മുടെ റാക്ക് സീരീസ്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ത്രില്ലർ സീരീസ് ആണ് റാക്ക്. അതിലെ വില്ലൻ ഇതിലുണ്ട്. നൈസ് പെർഫോമൻസ് ആണ്. അതിൽ തന്നെ അഭിനയിച്ച ആ ഒരു കൊച്ച് ഇതിലുണ്ട്. ആ കൊച്ചു നല്ല പെർഫോമൻസാണ്. ഇതിൽ ഫ്രോഡ് ഡോക്ടറായിട്ട് അഭിനയിച്ച ആള് അടിപൊളിയാണ്. ഇതിൽ അഭിനയിച്ച എല്ലാവരും ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. അടിപൊളി. എനിക്ക് ഇതിൽ ഒരു കുറ്റം തോന്നിയിട്ടില്ല. എനിക്ക് ആ ഒരു കുറ്റം തോന്നിയത് ഇതിന്റെ ഡ്യൂറേഷൻ വളരെ കുറഞ്ഞു പോയി. ഈ പഞ്ചായത്തിലും ഇതിലുമൊക്കെ വന്നിട്ട് ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നും, കഥ സിമിലർ ആയി തോന്നും. ബട്ട് ഒരിക്കലും നമുക്കൊരു ബോർ അടിക്കുന്ന പോലെ തോന്നില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇപ്പൊ പഞ്ചായത്ത് 5ാമത്തെ സീസൺ വന്നാലും നമുക്ക് ബോർ അടിക്കില്ല, മടുപ്പ് തോന്നില്ല. നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. അത് ചില്ലറ കാര്യമല്ല. സോ എനിക്ക് ഈ സീരീസ് ഭയങ്കര ഇഷ്ടമായി. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഈ ഫീൽ ഗുഡ് പൈത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ്. ഗ്രാം ചികിത്സാലയ ഈസ് സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം.